തോൽവിയാണ് സാറേ ഇവരുടെ മെയിൻ. പെപ്പ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസ്ഥ. അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ വെറും 1 വിജയം, 2 സമനില, ബാക്കിയുള്ള 8 മത്സരങ്ങളും നിരന്തരമായിട്ട് തോറ്റു. അത്രയും മികച്ച തോൽവികളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെപ്പിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്നൊന്നും പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കണില്ലായിരുന്നു. കാരണം ലോകോത്തര പരിശീലകനാണ്. ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ സിറ്റിയിൽ വന്നിട്ട് തന്നെ ഒരുപാട് കഴിവുകൾ, മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നിട്ട് തന്നെ ഒരുപാട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഒക്കെ തൻ്റേതായിട്ടുള്ള കഴിവ് പോകുന്നിടത്തൊക്കെ തെളിയിക്കുന്ന ഒരാളാണ് പെപ്പ് ഗാർഡിയോള. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ ഒരു സംഭവം പറ്റി. എന്താ പറ്റിയെന്ന് പറയാം. സിറ്റിൻ്റെ ഇപ്പോൾ അവസാനം കളിച്ച 11 മാച്ചുകളിലെ റിസൾട്ട് ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇന്നലെ യുണൈറ്റഡിനോട്ട് 2-1 തോൽവി അവസാനമാക്കി ഏറ്റുവാങ്ങി. അതിൻ്റെ മുന്നേ ജുവൻറ്റസിനോട്ട് 2-0 തോൽവി ഏറ്റുവാങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു ടീം അങ്ങനെ തോൽക്കണു. നമ്മൾക്കറിയാം പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബായിട്ട് കണക്കൂട്ടുന്ന ടീമാണ് സിറ്റി. അതിൻ്റെ താഴത്തുള്ള യുണൈറ്റഡ് ഒക്കെ എൻ്റെ ഒരു കണക്കൂട്ടൽ. ആ യുണൈറ്റഡിനോട്ട് ഇന്നലെ 2-1 തോറ്റു. അതിൻ്റെ മുന്നേ ചാമ്പ്യൻസ് ലീഗിൽ ജുവൻറ്റസിനോട്ട് 2-0 തോൽവി തോറ്റു. യുണൈറ്റഡിനോട്ട് 2-1 ഫസ്റ്റ് ഒരു ഗോളിന് ജയിച്ച് നിൽക്കുന്നു. അപ്പോൾ പെപ്പിൻ്റെ ആഹ്ലാദമൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു സിറ്റുവേഷനൊക്കെ ടീം തിരിച്ചു വന്നു എന്നുള്ളൊരു കോൺഫിഡൻസിൽ പിന്നെ 2 അടുപ്പിച്ച് വാങ്ങിക്കുകയാണ് അതുണ്ടായത്. ഏതായാലും അവസാനമായിട്ട് 10-11 മത്സരങ്ങളുടെ റിസൾട്ട് പെപ്പിന് അനുകൂലമല്ല. 8 മത്സരങ്ങളാണ് തോറ്റിട്ടുള്ളത്. തിരിച്ചു വരുന്ന അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട്. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമാണ്, ഈ ഒരു തോൽവിയൊക്കെ പാഠമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിച്ചുവരവ് കുറച്ചായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ ഒരു യുണൈറ്റഡുമായിട്ടുള്ള മത്സരത്തിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരമായിട്ടുള്ള ഫോഡനും അതുപോലെ ബാലൻഡിയോർ നേടിയിട്ടുള്ള വേൾഡിലെ ഏറ്റവും മികച്ച താരമായിട്ടുള്ള റോഡ്രിയും ഇല്ലാതെയാണ് ടീം ഇപ്പോൾ കളിക്കുന്നത്. ആ ഒരു ടീമിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു മികച്ച താരങ്ങളൊന്നും ഒരു ടീമിലും തൻ്റെ മികച്ച താരങ്ങളൊന്നും ഇല്ലാതെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ യുണൈറ്റഡിനോട്ടും തോറ്റത്. ഏതായാലും റോഡ്രിയും ഫോഡനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും മാറ്റേണ്ടോ ഇല്ലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ മുന്നേ തന്നെ ടീമിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള താരമാണ് പെപ്പ്. അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിലൊക്കെ പുതിയ താരങ്ങളൊക്കെ ടീമിൽ എത്തിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും സിറ്റിയുടെ ഭാവി, അതുപോലെ തന്നെ സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ചർച്ചയിലാണ്. അദ്ദേഹം പറഞ്ഞു സിറ്റിയെ ഞാൻ ഒരിക്കലും ഈ ഒരു അവസരത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൈവിടില്ല, ഞാൻ വിട്ടു പോകില്ല, അവരെന്നെ പുറത്താക്കാതെ ഞാൻ പോകില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. സിറ്റി അദ്ദേഹത്തെ പുറത്താക്കാതെ അദ്ദേഹമായിട്ട് സിറ്റി വിട്ടു പോകില്ല എന്നുള്ളൊരു പ്രസ്താവന. ഏതായാലും തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ചു വരുത്തും പെപ്പ് ഗാർഡിയോള എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?